എൻ്റെ പേര് അബ്ദുൽ ജബ്ബാർ. കറാനിവീട് മ്യൂസിയം. വീട് തന്നെ മ്യൂസിയമാണ്. ജോലി എന്ന് പറഞ്ഞാൽ കൊപ്ര ബ്രോക്കറാണ്. അത് കഴിഞ്ഞാൽ ആൻറ്റിക്ക് സാധനം കളക്ട് ചെയ്യലും അത് ഇങ്ങനെ സംരക്ഷിക്കലാണ് ഒരു ജോലി. 39-40 കൊല്ലമായി. ആദ്യം വീടിൻ്റെ നികുതി അടിച്ച റെസീറ്റ് 923 മുതലുള്ള റെസീറ്റാണ്. അത് കിട്ടി, അത് എടുത്ത് വെച്ച് അത് ഒരു 25-28 വയസ്സിൽ. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് ഒരു രക്തത്തിലുണ്ട്. പഴയത് കണ്ടാൽ എന്ത് കണ്ടാലും, ഇനി റോട്ടിൽ കണ്ടാലും ഞാൻ അടുത്ത് കൊണ്ടുവരും. എല്ലാവരും ഒഴിവാക്കുന്ന സാധനം ഞാൻ അടുത്ത് വീട്ടിൽ കയറ്റും. ചാക്കി കെട്ടി വെക്കല. മുകളിൽ റൂമുണ്ട്, ചാക്കി കെട്ടി മുകളിൽ കൊണ്ടു വെക്കും. അത് ആഴ്ചയിൽ ഒഴിവുള്ള സമയത്ത് ഞാൻ വന്ന് നോക്കും, അങ്ങനെ തന്നെ കെട്ടി വെക്കും. അങ്ങനെ തുടക്കം. ചാക്കി കെട്ടിയത് മറ്റേ എനിക്ക് ഭ്രാന്താന്നല്ല പറയാം. ഇവിടെ പഴയ സാധനം ഇവിടെ കൊണ്ടുവച്ചാൽ അന്ന് ആരും തീരെ വെറുതിക്കാത്ത സമയമാണ്. ഇന്നിപ്പോൾ എല്ലാവരും അറിയും, അന്ന് തീരല്ല. അപ്പം എനിക്ക് ഭ്രാന്തായിട്ടാണല്ലോ ആ റോട്ടിൽ നിന്നൊക്കെ പഴയ സാധനം എടുത്ത് അമ്മി കുട്ടി ഇതൊക്കെ റോട്ടിൽ കൊണ്ടുവിടും ആൾക്കാർ. ഒക്കെ ഞാൻ അടുത്ത് കൊണ്ടുകൊണ്ട്. അപ്പം അന്നേ എനിക്ക് ഈ രക്തത്തിലുണ്ടത്. വീട്ടിൽ ഭാര്യൻ്റെ സപ്പോർട്ടല്ല, വേറെ എല്ലാവർക്കും എതിര് തന്നെയാണ്. ഭാര്യക്ക് ആദ്യം കുറച്ചൊരു ബുദ്ധിമുട്ട്, അടിച്ചു വരാൻ കഴിയില്ല, തുടക്കാൻ കഴിയില്ല, നിങ്ങളിങ്ങനെ സാധനം കൊണ്ട് കുറച്ചാലെന്ന് പറയും. പിന്നെ അവളെ ഞാൻ വെറുക്കാക്കി കൊണ്ടുവന്നേ, ഭാര്യനെ വെടുക്കാക്കി കൊണ്ടുവന്ന് ഇപ്പൊ എൻ്റെ ഒപ്പരായി. ഇതൊന്നും വാങ്ങിയല്ലോ, ഇതിപ്പോ നോക്കി വെക്കും. അപ്പൊ ഇവള് ബാത്റൂമിൽ പോയാലോ അല്ല നിസ്കരിക്കാൻ കൈ കിട്ടിയാലോ ഞാൻ കയറ്റ അവരെ ബേക്കിൽ കൊണ്ടുവയ്ക്കും. അപ്പൊ ഭയങ്കര ചെക്കിങ്ങാ. ഇത് എപ്പോ വന്ന് അതെന്ന് ഞാൻ പറയാ, ഇത് അന്നുണ്ടല്ലോ, നിങ്ങൾ വെറുതെ കളവ് പറയത് അന്നില്ലല്ലോ ആണ്. പിന്നെ ഇപ്പൊ അവള് ചില സാധനമൊക്കെ ഞാൻ പൈസ തരാൻ എനിക്ക് ഇപ്പൊ പറയും, ഇപ്പൊ മാറ്റം വന്നു, ഞാൻ വെടുക്കാക്കിക്കോളാം. ഉമ്മക്ക് ഇതിൽ താല്പര്യമുണ്ട്. ഉമ്മ പഴയ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും, ഞാൻ ഏത് സമയം ചോദിച്ചാലും എടുത്ത് തരും. ബാപ്പ പിന്നെ കലാകാരൻ എന്ന് വെച്ചാല് പാട്ടും പെട്ടിയും ഇതെല്ലാം ആയിട്ട് ബാപ്പന്റെ. ഇന്ന് ബാബുരാജ് ടീമൊക്കെ ബാപ്പന്റെ ക്ലബിൽ ബാപ്പൊക്കെ ആ ഇതിലാണ്. ജോലി എനിക്ക് കൊപ്പന്റെ ബ്രോക്കറാണ്. അപ്പൊ അത് കഴിഞ്ഞാല് ആ ഫീൽഡ് വർക്ക് ആണെങ്കിൽ ഏത് സമയത്തും എനിക്ക് പോവാം, പുറത്തു പോവാം. അപ്പൊ ഇങ്ങനെ നോക്കി ഞാൻ എല്ലാ സാധനം കണ്ടാലൊക്കെ ഞാൻ വാങ്ങും. അന്നൊന്നും ഈ പുരാവത്തിന്റെ ഈ ആർക്കിയോളജി ഒന്നും വലിയ ആളറിയപ്പെടാത്ത സമയമാണ്. അപ്പൊ ഞാനിത് എൻ്റെ മനസ്സിൽ നല്ലത് തോന്നിയാൽ എല്ലാം എടുക്കും. അധികം പൈസ കൊടുത്ത് വാങ്ങിയത് തന്നെയാണ്. കുറച്ചൊക്കെ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ പൈസ കൊടുത്ത് വാങ്ങി. ഇതൊന്നും ഇത് നന്നായിട്ട് വാങ്ങിയല്ല, 39 കൊല്ലത്തിൽ ഓരോന്ന് ഇങ്ങനെ ആയതാണ്. ഞാൻ ആക്കിയതല്ല, ഇങ്ങനെ ആയതാണ്. മ്യൂസിയമായിട്ട് 6 വർഷമായിട്ട്. അതിൻ്റെ മുമ്പ് അങ്ങനെ സ്റ്റോർ റൂമിലാണ് വെക്കുക. സ്റ്റോർ റൂമിൽ പകുതി പെണ്ണുങ്ങൾക്കും പകുതി നിൽക്കും. പെണ്ണുങ്ങളെ സാധനങ്ങൾ അവിടെ വെക്കും, ബാക്കി കുറച്ച് സാധനമാണ്. ഇങ്ങനെ എന്ത് ജോലിക്ക് പോയാലും മനസ്സിൽ ഇത് തന്നെയാണ്. അപ്പൊ പെണ്ണുങ്ങൾ അവിടുന്ന് അത് എടുക്കരുതേ, റോട്ടിൽ എടുക്കരുതേ. പെണ്ണുങ്ങളെ ഞാൻ വായിച്ച ആദ്യം എനിക്ക് തരുന്ന ഉപദേശം റോട്ടിൽ വന്നൊന്നും എടുക്കരുതെന്നാ. പക്ഷെ എന്ത് പഴയത് കണ്ട ഞാൻ എടുക്കും. അങ്ങനെ പിന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നപ്പോ ഇങ്ങനെ അഭിപ്രായം പറയാൻ അങ്ങനെ പിന്നെ ക്ലബിൽ മെമ്പറായി 2019. നമ്മൾ ആർക്കോളജി 350 ആളുണ്ട്. അത് ആ കലണ്ടറാണത്, പ്രസ് ഇറക്കിയതാണ് ആർക്കോളജി ഹെറിറ്റേജ് ക്ലബിന്. അതിൽ വന്നപ്പോൾ കുറച്ച് ധൈര്യം കിട്ടി. അങ്ങനെയാണ് പിന്നെ പുറത്ത് സെറ്റ് ചെയ്തത്. മറ്റേ വലിയ ആൾക്കാരൊക്കെ പറയാം ഭ്രാന്താന്നുള്ളോ പറയാം. അപ്പൊ മെമ്പർ അതേമാതിരി ഭ്രാന്ത് 150 ആള് ഭ്രാന്തന്മാരുണ്ട്. അതിൽ ഞാനൊരു ഭ്രാന്തനായി. അങ്ങനെ ക്ലബില് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഡോക്ടറുണ്ട്, സർക്കാർ പല തരത്തിലുള്ള ജോലിക്കാരുണ്ട്, മാഷന്മാരുണ്ട്, അങ്ങനെ എല്ലാ ഉദ്യോഗമുള്ളവരുണ്ട്. അതിലിപ്പം വരുന്ന മാഷന്മാരൊക്കെ ഇത് പഠിച്ചിട്ട് വരാം. ഞാനൊന്നും ഇത് പഠിക്കാതാണ് തുടങ്ങി. ഇതെന്താന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ രക്തത്തിൽ അങ്ങനെ ഒരു പഴയ സാധനം എടുത്ത് വെക്കണം എന്നുള്ളൊരു തോന്നലുണ്ട്. അതങ്ങനെ സാധനം കിട്ടുന്നതനുസരിച്ച് അങ്ങനെ. ഇപ്പൊ കുറച്ച് സാധനം പെട്ടിയിലുണ്ട്, 20 പെട്ടിയുണ്ട്, അതിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. അത് പുറത്ത് എക്സിബിഷൻ വെക്കാനുള്ളത് സാധനം അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കല, അത് ഡിസ്പ്ലേ ചെയ്യല്ല. സ്കൂളുകളിൽ, വീടുകളിൽ, പിന്നെ നമ്മുടെ ക്ലബിന്റെ തന്നെ 2 കൊല്ലം കൂടുമ്പോൾ എക്സിബിഷൻ ഉണ്ടാവും. സ്കൂളിൽ പോയിട്ട് കുറവാ. അന്ന് നമ്മള് കൂട്ടുകെട്ടൊക്കെ വളരെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കൂട്ടുകെട്ടിലായിരുന്നു. പഠിച്ചിട്ട് തന്നെ എന്നെ പിടിച്ചാൽ കിട്ടും. ഇപ്പൊ പഠിക്കാത്തവരൊക്കെ ഇങ്ങനെ ഇപ്പം വിദേശത്ത് ആരെ വരാൻ വെച്ചാല് മക്കളെ വിളിക്കണം സംസാരിക്കണമെങ്കിൽ. ഇപ്പം ഇംഗ്ലീഷുകാരൊക്കെ വരും. അന്നേരമൊക്കെ അപ്പോഴാണ് ഞാൻ അന്ന് വെണ്ടി നടന്നത് ഖേദിക്കുന്നത് അപ്പോഴാ. പക്ഷെ പഠിക്കാത്തതിനെ കൊണ്ട് ഇത്
ഇതെങ്ങനെ ഒന്നുള്ള ഇപ്പൊ നമ്മൾ ക്ലബിൽ വരുന്ന പോലെയൊക്കെ ഞാൻ പറയില്ല മാഷന്മാരെ വരുന്നത് ഇവരൊക്കെ പഠിച്ചിട്ട് ഞാനിത് പഠിക്കാതെ ഇങ്ങനെ ആക്കിയെടുത്ത് തന്നെ വലിയ അത്ഭുതം. പഴയ സാധനം എന്ന് പറഞ്ഞാല് ഈ കല്ല് അതൊക്കെ 1000 വർഷമാണ് പറയുന്നത്. ഊട്ടിയിലൊക്കെ എഴുതി വെച്ചാൽ 1500 വർഷം പേക്ക. എനിക്ക് കിട്ടിയിട്ട് 30 കൊല്ലമായിട്ടുള്ള ബുൾബുൾ പഴയതാണ്, ആർമൻ്റെ മുമ്പുള്ള ബുൾബുൾ. പിന്നെ ചൂട്ടടുപ്പ് എന്ന് പറയും, മരത്തിന്റെ പൊടിയിട്ട് കത്തിക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ സ്റ്റൗ എന്ന് പറയും, സ്റ്റൗ അല്ല ചൂട്ടടുപ്പ് എന്നാ പറയാം ഇവിടെ. പിന്നെ ഉള്ളത് ഭരണികൾ. ഒരു ഭരണി 943 ഡേറ്റ് ഉണ്ടായി നമുക്ക്. പിന്നെ അത് 100 കൊല്ലം മുമ്പുള്ള ഒരു ഭരണി വേറെ ഉണ്ട്. പിന്നെ ഉള്ളത് പ്രസ്സിൽ ഉപയോഗിക്കുന്ന മലയാള അക്ഷരങ്ങൾ, അതൊക്കെ 100 കൊല്ലം പോലുള്ള. ഞാനിതപ്പോ ഈ കല്ല് എനിക്ക് കിട്ടിയത് മാഗ്നറ്റ് പവറുള്ള കല്ലുണ്ട്. അത് ഇങ്ങനെ എല്ലാരും ഒരു അത്ഭുതം, അത് നമ്മൾ ആരും കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ പല ആളൊന്നും വന്ന് ഈ കല്ല് കാണാൻ. അങ്ങനെ അവരിങ്ങനെ എടുത്ത് നോക്കി അങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു ഇതിന്റെ ഉത്ഭവം ഇവിടാണ്, ഓസ്ട്രേലിയ. അപ്പൊ ആരെങ്കിലും ഇങ്ങനെ അതിനെപ്പറ്റി പഠിച്ച് വരുമ്പോ പറയും. അപ്പൊ ഞാൻ കട്ടിലൊന്ന് വാങ്ങിയിട്ടുണ്ട്. ആ കട്ടിൽ വാങ്ങിയത് ഞാൻ ഒന്നും അറിയാതെ വാങ്ങിയതാ. കുറച്ച് കോളേജ് വിദ്യാർത്ഥികൾ വന്നേനു. അവര് വന്നിട്ട് ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ അത് ഇവിടാണ്, മറ്റേ ആഫ്രിക്കയാണ് ഇതിന്റെ നാട്. അപ്പൊ അങ്ങനെയൊക്കെ പഠിക്കാനുള്ള കുട്ടികൾ വരുമ്പോ അവർ അന്നേരമാണ് ഞാനറിയാം. അതേമാതിരി 1000 രൂപേന്റെ കോയിൻസ് ഉണ്ട്. അത് ഞാൻ വാങ്ങിയത് അന്ന് ഒരു 15 കൊല്ലം മുമ്പ്. അന്ന് 5000 രൂപ കൊടുത്ത് വാങ്ങിയ. അന്ന് 5000 രൂപക്ക് ഒരു പവന്റെ മുകളിൽ സ്വർണം കിട്ടും. ആ സമയത്ത് ഞാൻ 5000ത്തിന് കോയിൻസ് വാങ്ങി. അപ്പൊ എനിക്ക് പിരാന്ത് തന്നെയല്ലേ. നമ്മള് സ്നേഹിത ഇല്ലം വാങ്ങിയപ്പോ അത് അവിടെ മൂത്രക്കല്ലുണ്ട് എന്ന് പറയാം. ഞാൻ ആദ്യം കേൾക്കുക. ഞാൻ പോയോക്കുമ്പോ ഇതാണ് സംഭവം. ഇത് 100 വർഷം വഴക്കമുള്ള, എന്ന് വെച്ചാൽ അന്ന് ബാത്റൂം വീടിന്റെ അകത്തില്ല, ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അതായത് വെച്ചാല് അതിന്റെ റൗണ്ട് ഉണ്ടല്ലോ, അത് വീടിന്റെ അകത്തും ബാല് പുറത്തും, അങ്ങനെയാണ് അകത്ത്. 923 മുതൽ ഈ വീട്ടിനെ മുനിസിപ്പാലിറ്റിയാണ് അന്ന് നീതി അടിച്ച റെസീറ്റാ. 900 അന്ന് ₹1 11 3 പൈസയാണ് അന്നത്തെ നികുതി. ഇന്നിപ്പോ 135 രൂപ. അന്ന് നികുതി എടുക്കുന്ന തന്നെ ഓടിട്ട മാളിക വീടിനെയാണ് നികുതി. മറ്റേ ചെറിയ വീടിനൊന്നും നികുതി ഇല്ല. നമ്മളെ ഇതിന്റെ റെസീറ്റിന് മുകളിലുണ്ട് ഓടിട്ട മാളിക വീട്, അതിനാ നികുതി. 102 വർഷത്തെ നികുതി അടിച്ച റെസീറ്റ് ആർക്കും കിട്ടൂലല്ലോ. അത് പൈസ ഉണ്ടാ വാങ്ങില്ലല്ലോ. അത് ഇവിടുന്ന് ഓരോ കൊല്ലം അടുക്കേണ്ടതാണല്ലോ. അപ്പൊ അത് ആർക്കും കിട്ടൂല. ഫസ്റ്റ് തുടക്കം ഞാൻ പഴയ വിളക്ക്, ചിമ്മിണി വിളക്ക്, അന്ന് കാസറ്റ് എന്നാ പറയാ, കാസറ്റ് വിളക്ക് എന്നാ പറയാ. ഇവിടെയൊക്കെ കാസറ്റ് എന്ന് പറയാം. ചിമ്മിണി വിളക്ക് അത് പറയും. അതാണ് തുടക്കം വിളക്കുകൾ. കൊപ്പര ബ്രോക്കറാണ് ഞാൻ. ഒരു ഗുജറാത്തി വിജയ് എന്നാണ്, അയാൾക്ക് ഞാൻ വാങ്ങിക്കൊടുക്കും, അയാൾ എക്സ്പോർട്ട് ചെയ്യും. നോർത്ത് ഇന്ത്യയിൽ അവർക്ക് ഈ പൂജക്ക് ഇത് വേണം, കൊപ്പര മുറിച്ചിട്ട് അത് രാജാപ്പൂർ എന്ന് പറയും, അതിൻ്റെ ബ്രോക്കറാണ്. അല്ല മില്ലിങ് കൊപ്പരല്ല, മില്ലിങ് കൊപ്പര വെളിച്ചെണ്ണ എടുക്കാൻ, ഇതിൻ്റെ അത് തിന്നാനോ പോയി. ഗുജറാത്തിൽ അവിടേക്ക് ഡെയിലി ഇത് വേണം ഗുജറാത്തികൾക്ക്. അതുപോലെ അവർ പല ഭക്ഷണത്തിലും ഉണ്ടാവും, പിന്നെ പൂജയ്ക്ക് ഉണ്ടാവും, പിന്നെ പല കമ്പനികൾ മിഠായി ഉണ്ടാക്കാൻ ഇത് വേണം. അപ്പം അതിൻ്റെ ബ്രോക്കറാണ് എൻ്റെ വാപ്പ. അതാണ് ഞാനതാണ്, എൻ്റെ മകനും അതായിരുന്നു. ഇപ്പോൾ മകന് കച്ചവടക്കാരനായി. കോർട്ട് റോഡില്ലേ, അതിലൊരു 10-100 ചില്ലാണോ പാണ്ഡ്യയിലാന്നോ, പഴയ പാണ്ഡ്യയിലാന്നാ പറയാം. അപ്പോൾ അതിൽ വേറെ 5-8 ഉള്ളൂ. അതേമാതിരി 100 ബ്രോക്കർമാരുണ്ടായിരുന്നു എൻ്റെ മൈറ്റില്ല. ഇപ്പോൾ ആകെ 2 ആളുള്ളൂ, ഞാനും വേറെ ഒരാളും. എല്ലാം പോയി, കുറെ മരിച്ചു പോയി, കുറെ പണിയില്ലാതെ പോയി. രാവിലെ പോവും. രാവിലെ പോയിട്ട് അവിടെ ഇങ്ങനെ മാർക്കറ്റൊക്കെ നോക്കും, മേലാൾക്ക് പോകണം ചെയ്ത് പറയും. ചരക്കിന്റെ വരവ് നോക്കും, ഇത്ര വരവുണ്ട്, ഇത്ര. ആദ്യത്തെ ഇപ്പോഴാതൊന്നുമില്ല. ഇപ്പൊ ചരക്ക് ആകെ 2 വണ്ടികളുള്ളൂ. പണ്ടതല്ല, പണ്ട് ദിവസം 10,000 രൂപേന്റെ പണിയാണ്. അതുകൊണ്ട് അതൊക്കെ വാങ്ങി. ഇന്ന് ഇപ്പൊ അത് പോയി. ഇപ്പോഴും ഞാൻ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ പോവും, പോയിട്ട് വാങ്ങി. പൈസ ഉണ്ടെങ്കിൽ പോവും. ഇനി ലക്ഷങ്ങൾ കിട്ടിയാലും ഇനി ഇത് മാറ്റണമെന്നുള്ള അഭിപ്രായം. ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ വന്നാൽ അപ്പോൾ ഞാനിത് മാറ്റും. ഇതിനേക്കാളും മുന്തിയ സാധനം ഉണ്ട്, പൈസ കൊടുത്താൽ കിട്ടും. വിൽപ്പനല്ല.
അത് കുറെ ആള് വിൽപ്പന വന്നിരുന്നു. ഇപ്പോൾ ഒരു ജർമ്മൻകാരന് വന്നതിന് ഇത് ചോദിച്ചിട്ട് ഞാൻ കൊടുക്കില്ല. ഞാൻ പൈസ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ല ഞാൻ വിൽപ്പനല്ല. ഞാൻ വിൽപ്പനല്ലാതെ പിന്നെ ഒരു വില പറയില്ലല്ലോ. ഇപ്പൊ ഞാൻ ജീവിച്ചിരിക്കോളം വെക്കില്ല. ഞാൻ മരിക്കണ വരെ എങ്ങനെ വെക്കും. വയസ്സായാലും നമ്മള് മക്കളെ എല്ലാവരുടെ ഒറ്റപ്പെടും. അത് ഇല്ലാത്ത ഇനിയിപ്പോ ഒന്നും പണിയില്ല, ഇത് നോക്കിയിരിക്കുകയല്ലോ. ഞാൻ അവിടെ ഇരിക്കല് വിശദീകരണത്തിങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ സമാധാനം. വേറൊരു ലഹരി ഇല്ല. ലഹരി ഇതാണ്. മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കും ഇത് നോക്കിയിട്ട്.